ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടാണ് വന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇന്നലെ ലൂസിഫർ കണ്ടിട്ടാണ് ഇന്ന് സിനിമ കണ്ടത്. നല്ല കണക്ട് ആയിട്ടുണ്ട്. സൂപ്പർ സിനിമ. എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പക്കാ സ്റ്റാൻഡേർഡിലായിരുന്നു സിനിമ എടുത്തേക്കണം. ഒന്നും പറയാനില്ല. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നണില്ല. അത്രയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. നടന്ന സംഭവങ്ങൾ തന്നെ ഫാക്ട്സ് തന്നെ കാണിച്ചേക്കുന്നത്. ആക്ച്വലി ഒരു കട്ട് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നി. പിന്നെ BGM പറഞ്ഞ പോലെ മോശമൊന്നും തോന്നിയിട്ടില്ല. BGM ഒക്കെ നന്നായിട്ടുണ്ട്. തിരക്ക് ക്രൗഡ് ഫുള്ളായിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഇനിയും അങ്ങോട്ട് ഉണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ. ഇപ്പം കട്ട് ചെയ്ത ഒരു 17 ഷോട്ടുകളോളം കട്ട് ചെയ്ത് കളയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്തത് എങ്ങനെ ഉണ്ടല്ലോ, കട്ട് ചെയ്തതിന് മുമ്പ് കാണാനുള്ള ഒരു തിരക്ക് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കട്ട് ചെയ്യേണ്ട കാര്യം ഇതിൽ കട്ട് ചെയ്യേണ്ട രീതിയിൽ ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. നല്ല സിനിമ തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. അടിപൊളിയായിട്ട് കാണാൻ കണ്ടിരിക്കാൻ പറ്റും. നല്ല പടമാണ്. ഇത്രയും നേരം നന്നായിട്ട് ആസ്വദിച്ചു. നല്ല പടമാണ്. വളരെ നല്ല. കുറെ നാളായി ഇതുപോലൊരു പടം കണ്ടിട്ട്. നന്നായിട്ടുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു സിനിമയല്ലേ, അതവരുടെ ആശയം നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യം തോന്നിയില്ല. സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവിഷ്കാരമാണ്, അത് ആസ്വദിക്കണം. ചില രംഗങ്ങളൊക്കെ ഹിന്ദുത്വത്തെ അപമാനിക്കുന്നു അതാണ് കട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ എന്തെങ്കിലും തോന്നിയെന്ന പടം? അങ്ങനെ ഒന്നും തോന്നിയില്ല. പിന്നെ ഒരു സിനിമയാണെന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നായിരുന്നത്. നമ്മൾ ആ രീതിയിൽ സീരിയസ് ആയിട്ട് കണ്ടാൽ സീരിയസ് ആണ്. ഇത് സീരിയസ് അല്ലല്ലോ, ഇത് സിനിമയല്ലേ, അത് ആസ്വദിക്കണം. ലാലേട്ടൻ ഇങ്ങനെ ഒരു മാപ്പ് പറയാ അല്ലെങ്കിൽ ഖേദം പഠിക്കേണ്ടത് വന്നതിൽ എന്ത് തോന്നുന്നു? അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ല. സിനിമ ആയതുകൊണ്ടാണ് ആവശ്യമില്ലെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഈ പടം അടിപൊളിയാണ്. കട്ട് ചെയ്ത് കളയാനായിട്ടുള്ള സീൻ വലിയ അങ്ങനെ ഈ മാർക്കോ പടം അതൊക്കെ ഒരുപാട് സീൻ കട്ട് ചെയ്യാനുണ്ട്. സിനിമയായിട്ട് കാണുന്നത് അടിപൊളിയാണ്, സൂപ്പറാ. വലിയ ആശ എന്താ പറയാ, ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഇടപെട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലത്തെ ഒരു മെയിൻ പ്രശ്നമാണ് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്ന വിഷയവും ഈ രാഷ്ട്രീയം തന്നെയല്ലേ? രാഷ്ട്രീയം തന്നെയാണ്. അത് ഇന്നത്തെ ഇന്ത്യയിൽ എന്താണോ നടക്കുന്നത് അതിനെ പറ്റിയിട്ട് തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഫിലിമായിരുന്നു. നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ ഭയങ്കര ഒരു വിവാദങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ ആ ഒരു സിനിമയായിട്ട് തന്നെ എടുത്താൽ മതിയല്ലോ, അതാണ് തോന്നുന്നത്. പുറത്തുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി. മലയാളത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടോ? അതെ, ഹാപ്പിയാണ്. അതെ. നല്ല ഫിലിമായിരുന്നു. ലാലേട്ടൻ്റെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല സൂപ്പർ പടമായിരുന്നു. പൃഥ്വിരാജ് മോഹൻലാലൊക്കെ അടിച്ച് തകർന്നു. എല്ലാം നായകനൊക്കെ തകർന്നു. നല്ല പടമായിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് അവിടെ തിരക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തിരക്കായിരുന്നു. നല്ല പടമായിരുന്നു. അതുപോലെ രാജുവേട്ടന്റെ മേക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തു. നന്നായിട്ടുണ്ട്. തകർത്തു. നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. സീനായിരുന്നു. ചേച്ചി എങ്ങനെയുണ്ട്? നല്ല സിനിമ, സൂപ്പറാണ്. നല്ല സിനിമയായിരുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ? പറ. ആവശ്യമില്ല. സീനൊക്കെ കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, അനാവശ്യം. പുറത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഈ നിറഞ്ഞ സൈസ് ഇത്ര അധികം ആളൊക്കെ കവിതയിൽ ആദ്യമായിട്ടാണ്. അതെ. പിള്ളേർക്ക് രക്ഷപ്പെട്ടു, കൊച്ചിനും രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ബാക്കി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ന്യൂസ് തുറന്ന എമ്പുരാനെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ. അതെ. കട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് നേരത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണോ? ഇല്ല. കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും എനിക്ക് ഉള്ളതായിട്ട് തോന്നിയൊന്നുമില്ല. നമ്മളൊരു പ്രേക്ഷകനെന്ന നിലയ്ക്ക് നമ്മൾ സിനിമ ആസ്വദിക്കാൻ വരുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കൊള്ളാം, അതുകൊണ്ട് പറഞ്ഞു.